Honorable Chief Minister, I met him for last about 2-3 days back, 4-5 days back. He has a vision for our state. He wants to do something for our state. Vikasit Bharat cannot go ahead without Vikasit Kerala. We have to have developed and Vikasit Kerala. And my friend Mananiya Vijayanji, he has understood it very properly and he tries to do this. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരിപാടിക്കിടെ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇന്ന് മുഖ്യമന്ത്രിയെ മാത്രമല്ല കേരളം എന്ന സംസ്ഥാനത്തെയും വല്ലാതെ പുകഴ്ത്താൻ ഏറെ സമയം പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കണ്ടെത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം കേരളം പല ദേശീയ സൂചികകളിലും ദേശീയ നിലവാരത്തേക്കാൾ മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെക്കുന്നത് എന്ന് എടുത്തു പറയുകയും കേരളത്തിന്റെ ഗവർണറാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പറയുന്നത് അഭിമാനകരമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. I am always proud to say whenever I meet after I took over as the governor of this state, I always put before the people outside state, I tell them, this is my state which has got highest literacy in the country, in the nation. This is my state. I take pride in it. I know I haven't done nothing for this. The people of Kerala, all the people, including rulers as well as sitting in the opposition, they have done for last many years a lot for this state. And that is the reason why we are ahead. There are many more parameters which we are crossing of the national parameters in many sectors. That is my state. That is my great state. That is where we stand. And that is the reason why we all have to march ahead keeping this in mind. എന്നാൽ കേരളത്തെയും മുഖ്യമന്ത്രിയുമൊക്കെ ഏറെ പുകഴ്ത്തിയ രാജേന്ദ്ര അർലേക്കർ എന്ന തികഞ്ഞ RSSകാരനായ രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം പക്ഷേ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരത സങ്കല്പത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഈ തരത്തിൽ കേരളത്തെ ഏറെ പുകഴ്ത്തുന്ന ഒരു പ്രസംഗം ഗവർണർ നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഗവർണറുടെ പ്രസംഗത്തിന്റെ ആ ആദ്യ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. Country is going ahead. Country itself, under the leadership of Prime Minister Honorable Narendra Modi ji, we are having a dream of Vikasit Bharat. What we want to achieve in coming next 20-25 years. That is what we have to introspect ourselves. എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തെ പോലെ റോഡിലുള്ള ഷോ ഓഫുകളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഒരു ജെന്റിൽമാൻ രീതിയിൽ തന്നെയായിരിക്കും ഇനിയുള്ള സർക്കാർ ഗവർണർ പോരറങ്ങേറുക എന്ന കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ രാജേന്ദ്ര അർലേക്കറുടെ പ്രസംഗവും അദ്ദേഹത്തിന്റെ വേദിയിലടക്കമുള്ള പെരുമാറ്റവും. എന്തായാലും ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും കേരളത്തെക്കുറിച്ച് അംഗീകരിക്കാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം രാജ്യത്തെ പല സൂചികകളിലും ദേശീയ നിലവാരത്തേക്കാൾ ഉയർന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്നത് തന്നെയാണ്. അത് കേരളത്തിലെ പ്രതിപക്ഷം പലപ്പോഴും അംഗീകരിക്കാത്തൊരു വസ്തുതയാണ്. കഴിഞ്ഞ വർഷത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രാജ്യം ഒന്നാമതാണ്, ആരോഗ്യ സൂചികയിൽ ഒന്നാമതാണ്, തീരദേശ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒന്നാമതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഗവർണർ അർലേക്കർ അംഗീകരിക്കുന്നു എന്നത് ഏറെ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഗവർണറുടെ ഇന്നത്തെ പ്രസംഗം ഒരൽപ്പം കൗതുകകരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.